My precious children of God, I greet each one of you in the mighty name of our Lord and Savior Jesus എന്റെ Christ. വിലയേറിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വല്ലഭത്വമുള്ള നാമത്തിൽ നിങ്ങൾക്കേവർക്കും ഞാൻ സ്നേഹാശംസകൾ നേരുന്നു. Today we are going to meditate a beautiful promise. ഇന്ന് നമ്മൾ മനോഹരമായ ഒരു വാഗ്ദത്ത വചനം ധ്യാനിക്കുവാൻ പോകുകയാണ്. Turn your Bibles to James chapter 1 verse 17. നിങ്ങൾ നിങ്ങളുടെ വേദപുസ്തകം എടുത്ത് യാക്കോബ് 1:17 വാക്യം എടുക്കുവിൻ. It says, every good gift and every perfect gift is from above and comes down from the Father of lights, with whom there is no variation or shadow of turning. ആ വാക്യം പറയുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. What a beautiful promise it is. എത്ര മനോഹരമായ ഒരു വാഗ്ദത്ത വചനമാണിത്. From the Father of lights, every good gift comes. വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് സകല നല്ല ദാനങ്ങളും നമ്മിലേക്ക് ഇറങ്ങി വരുന്നു. Yes, my friends, it is coming to you. അതെ സ്നേഹിതന്മാരെ, ആ നല്ല ദാനങ്ങൾ നിങ്ങളെ തേടി വരികയാണ്. You say that you are in darkness. നിങ്ങൾ പറയുന്നു നിങ്ങൾ ഇരുളിലാണെന്ന്. Nobody is there to help you. നിങ്ങളെ സഹായിക്കുവാൻ ആരുമില്ല. No way to come out of such a big problem you are facing. നിങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് മുൻപിൽ ഒരു വഴിയുമില്ല. Worry is killing you. വിഷമങ്ങൾ നിങ്ങളെ അനുദിനം കൊല്ലുകയാണ്. You think, shall I commit suicide? That's the only hope. ആത്മഹത്യ ചെയ്താലോ അതാണ് എന്റെ മുന്നിലുള്ള ഏക മാർഗമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. Are you in trouble? നിങ്ങൾ ഇന്ന് ആകെ പ്രശ്നത്തിലാണ്. Remember this promise. ഈ വാഗ്ദത്തം ഓർക്കുവിൻ. From the Father of lights, വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് all good gift comes. സകല നല്ല ദാനവും ഇറങ്ങി You വരുന്നു. must have the close communion with this God. നിങ്ങൾ ഈ ദൈവത്തോട് വളരെ അടുത്ത ബന്ധം പുലർത്തണം. If you believe, you will see greater blessings. നിങ്ങൾ വിശ്വസിച്ചാൽ മഹത്തായ അനുഗ്രഹങ്ങൾ കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും. Psalm 85 verse 12 says, the Lord shall give you what is good. സങ്കീർത്തനം 85:12 വാക്യം പറയുന്നു, യഹോവ നമുക്ക് നന്മ നൽകുന്നു. How to receive the goodness of God? എങ്ങനെയാണ് നമ്മൾ ദൈവിക നന്മകൾ പ്രാപിക്കുക? If you read Psalm 23 verse 1, David says, you have to have the Lord as your shepherd. സങ്കീർത്തനം 23:1 വാക്യത്തിൽ ദാവീദ് പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, അതുപോലെ ദൈവം നിങ്ങൾക്ക് He ഇടയനാകും. clearly said, the Lord is my shepherd, I shall not want. ദാവീദ് വളരെ വ്യക്തമായി പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. Yes, the same thing will happen to you, my brother, my sister, who is worried of various problems. അതെ പ്രിയ സഹോദര സഹോദരി, നിരവധി പ്രശ്നങ്ങൾ നിമിത്തം ഭാരപ്പെടുന്ന നിങ്ങൾക്കും ഇതേ അനുഗ്രഹം ലഭിക്കും. Cling on to God. ദൈവത്തോട് പറ്റിച്ചേരുവിൻ. Have him as your shepherd. ദൈവം നിങ്ങളുടെ ഇടയനായി തീരട്ടെ. Turn to him all the time. നിങ്ങൾ എപ്പോഴും ദൈവത്തിങ്കലേക്ക് തിരിയുവിൻ. And the Lord will give you goodness and mercy. അപ്പോൾ ദൈവം നിങ്ങൾക്ക് നന്മയും കരുണയും നൽകും. If you read Psalm 23 verse 6, it says, surely goodness and mercy shall follow you all the days of your life. സങ്കീർത്തനം 23:6 വാക്യം പറയുന്നു, നന്മയും കരുണയും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും നിങ്ങളെ പിന്തുടരും. Don't be worried. നിങ്ങൾ വിഷമിക്കേണ്ട. Cling on to God tightly. ദൈവത്തോട് മുറുകെ പറ്റിച്ചേരുക. And you will see goodness of God will come in your life. അപ്പോൾ ദൈവിക നന്മ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾ കാണും. Right now, the Lord is going to supply this need in your life. ഇപ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആവശ്യം നിറവേറ്റുവാൻ പോകുന്നു. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Father, thank you, Lord, for your wonderful presence. പിതാവേ, അങ്ങയുടെ അത്ഭുത സാന്നിധ്യത്തിനായി നന്ദി. Fill your children with your goodness and mercy right now. കർത്താവേ, ഇപ്പോൾ അങ്ങയുടെ നന്മയാലും കരുണയാലും അങ്ങയുടെ മക്കളെ നിറയ്ക്കണം. Take away all their worries and cares of this world. ഈ ലോകത്തിന്റെ സകല വിഷമങ്ങളും അവരിൽ നിന്ന് എടുത്തു മാറ്റണം. You know, whatever they need, supply all those things right now, അവരുടെ Father. ആവശ്യങ്ങൾ എന്തെല്ലാമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ, അതെല്ലാം നിറവേറ്റണം. Hallelujah. ഹല്ലേലൂയ. You are a prayer answering God. അങ്ങ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം Hear നൽകുന്ന their ദൈവമാണ്. cry, O Father. അവരുടെ നിലവിളി കേൾക്കണം. Whoever is praying, Lord, hear their cry. കർത്താവേ, പ്രാർത്ഥിക്കുന്നവരുടെ നിലവിളി കേൾക്കണമേ. Supply every need. സകല ആവശ്യവും നിറവേറ്റണമേ. Let them know that you are their അങ്ങ് shepherd. അവരുടെ ഇടയനാണെന്ന് അവർ തിരിച്ചറിയട്ടെ. Hallelujah. ഹല്ലേലൂയ. We give you all the glory. സകല മഹത്വവും അങ്ങേക്ക് കരേറ്റുന്നു. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ.